അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് റസിയ ഉമ്മാക്ക് വിളിക്കുകയാണ്. ഉമ്മ, എന്തൊക്കെയോ ഉമ്മ, സുഖല്ലേ? ആ മോളെ, സുഖം തന്നെ. എന്തൊക്കെ തന്നെയല്ലേ, നമ്മുടെ പട്ടിണിയും പരിവട്ടൊക്കെ മാറാൻ പോവാണല്ലേ. ഏതായാലും മോളെ, വല്ലാത്ത സന്തോഷം. ഉമ്മ, എന്താ മനസ്സിലായില്ല? എൻ്റെ സാലറി കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടാനാണല്ലോ. പൊന്നാര മോളെ, ഇനിയിപ്പോൾ കിട്ടേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? അതൊക്കെ ഇപ്പോൾ ശരിക്കും ഞമ്മക്ക് തരൂലേ? എന്താ ഉമ്മ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. പൊന്നാര മോളെ, എൻ്റെ മോളെ ഒരു അറബി കല്യാണം കഴിക്കാൻ പോവല്ലേ. നമ്മൾ ഭാഗ്യവാന്മാരല്ലടി. ഞാൻ എൻ്റെ എളാമാനോട് വിളിച്ച് പറയട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കാര്യം അറിയാതുമ്മ ഒന്നും പറയാൻ നിൽക്കണ്ടിട്ടോ. പിന്നെന്താ മോളെ, ഉമ്മാനോട് ആരിതൊക്കെ പറഞ്ഞത്? ഞാനുപോലും ശരിക്കും അറിയാത്ത കാര്യങ്ങൾ. പൊന്നു മോളെ, നീ എന്നെ മറച്ചു വെക്കണ്ട. അതെ, എല്ലാം എനിക്കറിയാം. പൊന്നാര മോളെ, ഉമ്മാൻ്റെ കുട്ടിയായി നിന്ന് പിന്മാറില്ല കേട്ടോ. ഉമ്മ ഉമ്മ ഈ പറയുന്നത് എനിക്ക് ഉമ്മ, അത് എന്നെക്കുറിച്ചല്ല. ഞാൻ പിന്നെന്താടി ഈ വിഷയം മാറ്റണ്ട. അതെ, നമുക്ക് നല്ലൊരു ജീവിതം വരികയാണ്, നല്ല കാലം വരികയാണ്. നിന്നെ അങ്ങനെ അറബി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ഈ ചെറ്റക്കുടിലൊക്കെ പൊളിച്ച് വലിയ വീടാക്കാം. നമുക്ക് സമ്പന്നരായി കഴിഞ്ഞൂടെ? മറ്റേത് കാലേ കാലം ഈ ചെറിയൊരു വീട്ടിൽ കഴിയണത് എന്താ വല്ല നെയ്യത്തുണ്ടോ? ഉമ്മ, അത് അങ്ങനെയൊന്നുമില്ല ഉമ്മ, അത് വെറുതെ. എൻ്റെ പൊന്നാർ റസിയ, ഈ വിട് ഉമ്മ. ഞമ്മക്ക് ആവശ്യത്തിനുള്ള പണം ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്കായിട്ടൊരു പണത്തിൻ്റെ ആവശ്യമില്ല ഉമ്മ. സത്യമായിട്ടും ആദ്യമായി കിട്ടിയ സാലറി ഞാൻ അയച്ചു തന്നു. അത് ഉമ്മാനോട് പറഞ്ഞു ഞാൻ കുറച്ച് പാവപ്പെട്ട എത്തിമക്കൾക്ക് കൊടുക്കണമെന്ന്. അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ ശരി. എന്നാലും മോളെ, നല്ലൊരു ഭാഗ്യമാണ് കേട്ടോ നമുക്ക് വന്നത്. നീ കൈവിടരുത്. ഉമ്മയുടെ വാക്ക് കേട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇനി അതിൻ്റെ അപ്പുറം ഒന്നും പറയണ്ട, അതൊന്ന് സമ്മതിച്ചാളാ. ഇനിയിപ്പോൾ ജായിട്ട് അത് ഇല്ലാതാക്കല്ലേ. നല്ലൊരു ബന്ധല്ലടി വന്നത്. എൻ്റെ റബ്ബേ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഏതായാലും നല്ലൊരു സ്ഥലത്തായി എത്തിപ്പെട്ടത്. എന്നാൽ മോളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ആ ഉമ്മ അറിയുന്നില്ല. മോളെ, ഇജാട്ട് സമ്മതിച്ചാളാ. ഉമ്മ, ഞാൻ ഉമ്മയോടൊരു കാര്യം പറയട്ടെ. ഒരു ഭാര്യയുള്ള ഒരു അറബിയാണ് എൻ്റെ ഭാര്യ. അറബി ഒരിക്കൽ പോലും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഉമ്മാക്ക് അറിയില്ലേ, ഒരു ഭാര്യ ഉണ്ടാവും, മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് എത്രമാത്രം വിഷമവും ടെൻഷനും ഉണ്ടാവും എന്ന് ഉമ്മാക്ക് അറിയില്ലേ? ഉമ്മ എത്രയോ കുടുംബങ്ങളിൽ അങ്ങനെ കേട്ടതല്ലേ. ഇജിപ്പോൾ അതൊന്നും നോക്കണ്ട. ഭാര്യ ഉണ്ടോ, മക്കളുണ്ടോ, എന്തായാലും ഇപ്പം എന്താടി, അനക്കും ഇപ്പം അതിനത്ര വയസ്സായില്ലേ. കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകേണ്ട പ്രായം അനക്കും ആയില്ലേ. ഇജ് കെട്ടി തീർത്ത് ഇവിടെ നിൽക്കല്ലേനോ? ആയിക്കോട്ടെ, സമ്മതിച്ചാളാ. വേറൊന്നും നോക്കണ്ട. ഉമ്മാക്ക് എങ്ങനെ തോന്നുന്നു? പിന്നീട് എനിക്ക് ചെറിയ ചെക്കന്മാരെ കിട്ടുന്ന ഈ പറഞ്ഞ തീരെ കെട്ടാത്ത ഉമ്മ, തീരെ കെട്ടാത്ത ആളെ വേണമെങ്കിൽ എനിക്ക് കിട്ടും. പക്ഷേ അറബിയെ കല്യാണം കഴിച്ച് പാവ ആ സ്ത്രീയെ ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമന്നെ. വല്ലാത്തൊരു നല്ലൊരു ബന്ധം ഉള ഇല്ലാതാക്കാണ്. എന്നാൽ ഈ സമയം ഉമ്മ അതാ നേരെ എളാമക്ക് വിളിക്കുന്നു. അതെ, ഷാമിലിൻ്റെ എളാമക്ക്. ഹലോ സുലുവോ? എൻ്റെ താത്തൊന്ന് വിളിച്ചാൻ തോന്നിയത്? തെറ്റില്ലേനല്ലോ കുറേ കാലമായിട്ട്. എൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ തെറ്റിലായത്. അല്ലടി സുലുവോ, അതൊക്കെ പോട്ടെ. പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് നിൽക്കരുത് കേട്ടോ. എനിക്കത് ഇഷ്ടേ ഇല്ല. എൻ്റെ റബ്ബേ, ആകപ്പാടുണ്ട് വെറുത്ത് പോയി. പിന്നെ എന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ഒരു അനുസത്തി എന്നുള്ള നിലക്ക് എന്നോട് പറയാഞ്ഞാലും പറ്റുമല്ലോ. എന്ത് താത്ത? നമ്മൾ റസിയാനെ ഒരു അറബി കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് താത്ത നിങ്ങൾ പറഞ്ഞത്? അറബിയോ? എൻ്റെ റബ്ബേ, അറബി കെട്ടിക്കഴിഞ്ഞാൽ ഓളിപ്പോൾ ആരായിരിക്കും? ഓൾ അറബിച്ചാവും. അല്ല എന്താ പൊന്നാരൻ്റെ താത്ത, അറബി കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അറബിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല. അതെന്തേടി അറബി കെട്ടുക എന്നപ്പോൾ അനക്കൊരു പൊള്ളല്? അനക്ക് എന്തിൻ്റെ കേടാ? അറബി കല്യാണം കഴിച്ച കാര്യമല്ലേ, ഞമ്മക്ക് ഓൽക്കൊക്കെ കാര്യം തന്നെയാണ്. പൊന്നാര താത്ത, അറബി കല്യാണം കഴിക്കാന്നൊക്കെ വെച്ചാൽ കുറച്ചൊക്കെ ഒരു തണ്ടും തടിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ കെട്ടുക. ഇതിപ്പോൾ റസിയ തടിയൊന്നും ഇല്ലല്ലോ. ഇജിപ്പോൾ അതാ നോക്കണത്. റസിയ തടിയില്ലെങ്കിലും റസിയാക്ക് മൊഞ്ചിനൊരു കുറവുമില്ല. പൊന്നാര താത്ത, ഇന്നെപ്പോലുള്ളവരൊക്കെ അല്ലേ അറബി കെട്ടേണ്ടത്. അല്ല സുലൈക്ക, എന്താ എൻ്റെ പാട്? അനക്ക് എന്തിൻ്റെ കേടാ? അനക്കെന്ത് ഇനിയും കല്യാണം കഴിക്കാൻ പൂതിയുണ്ടോ? അറബി കെട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പൂതി.
എന്നാൽ പിന്നെ ഗൾഫിൽ നിന്ന് നിൽക്കുകയും ചെയ്യുക, അറബിച്ചയായി നടക്കുകയും ചെയ്യുക, പണി ഉണ്ടാവില്ല, നല്ലോണം പൈസ ഉണ്ടാവും. അത് നല്ല ആൾക്കാർ ഞാൻ വിളിച്ചത്. ഏതായാലും എൻ്റെ പൂതി വല്ലാത്ത പൂതി തന്നെ എൻ്റെ പെണ്ണേ. എൻ്റെ റബ്ബനെ ഞാൻ സമ്മതിച്ചിക്കണ്. അന്നെ കെട്ടിച്ചുമ്പോൾ കുറച്ച് ചെറുപ്രായക്കാരനെ കൊണ്ടാണ് കെട്ടിച്ചാൽ മതിയേനു. കുട്ടികളും മക്കളുള്ള ഒരാളെ കൊണ്ട് കെട്ടിച്ചു. വയ്യാതായപ്പോൾ ഞാൻ നോക്കിയതുമില്ല, അതവിടെ കെടുക്കുമല്ലേ. ഏതായാലും ഇപ്പം എന്താ എനിക്ക് അതിനാ പൂതി? അല്ല താത്ത, നിങ്ങൾ ചോദിച്ചു നോക്കി എനിക്ക് പറ്റുമോന്ന്. ഞാൻ എൻ്റെ പൊന്നാരെൻ്റെ സുലേഖ, എൻ്റെ വല്ലാത്തൊരു പൂതി തന്നെയാണ്. എൻ്റെ റബ്ബേ, ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഓരോ മനുഷ്യന്മാർ. ശരിക്കും അനിയത്തിയുടെ വാക്ക് കേട്ട് അതാ റസിയയുടെ ഉമ്മ ഞെട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഈ സമയം തന്നെ അതാ നേരെ ഷാമിലിനെ വിളിക്കുകയാണ് സുലേഖ താത്ത. ഹലോ, എളാമയാണ് വിളിക്കുന്നത്. ഇതിപ്പോൾ എന്താ എളാമ പതിവില്ലത്? ഹലോ മോനെ, ഷാമില്ലേ? എളാമ എന്തെളാമ അവിടുത്തെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒക്കെ മോനെ കേട് വന്ന് പേടിയാണ് ഇപ്പം എനിക്കിവിടെ നിൽക്കാൻ. എങ്ങനെ എനിക്കറിയില്ല, അതൊക്കെ കേട് വന്നിക്കണം. ആരാന്നാവൊക്കെ തച്ച് പൊളിച്ചിട്ടത്? എന്നെക്കൊണ്ട് കഴിയൂല മോനെ, ക്യാമറ ഒക്കെ ഇല്ല, ഞാൻ ഇവിടെ നിൽക്കാൻ പ്രയാസമാണ്. കള്ളന്മാരെ ശല്യമൊക്കെ ഉണ്ടാവും, പേടിയാണ്. ഞാനും ഈ മക്കളും ഒറ്റയ്ക്ക് എങ്ങനെ ഇതിനുള്ളിൽ നിൽക്കണം എനിക്കറിയോ? ഇളാമ ഫിത്തിനൊന്നും ഇല്ല, ഞാൻ മതി. നല്ലൊരു മാസമാണ്, നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ. എൻ്റെ പൊന്നാൻ്റെ മോനെ, എൻ്റെ മോൻ തന്നെ അല്ല. എന്നോട് ഇപ്പോൾ എനിക്ക് കള പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നോട് കാല് പിടിച്ചല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അല്ല മോനെ, എളാമാക്കൊരു പൂതി. എന്തേ? അല്ലേ, ഇവിടെ ഇങ്ങനെ ഏതായാലും വെറുതെ നിൽക്കുവാണ്. റസിയാനെ കൊണ്ടുപോയി കൊടുത്തേക്ക് എനിക്കും ഒന്ന് പോരാൻ പറ്റിയെങ്കിൽ അവിടെ അറബിപ്പരിയിൽ എന്തെങ്കിലും പണിയെടുത്ത് കൂടാലോ. എന്നാൽ പിന്നെ വെറുതെ ഇരുത്തിരിക്കണ്ടല്ലോ. എളാമ, അപ്പോൾ മക്കളുടെ കാര്യം? മക്കൾ എൻ്റെ താത്ത നോക്കിക്കോളൂലേ? ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താ വെച്ചാൽ എടുത്തോളാം. ശരിക്കും എളാമയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അതെ, ആ അറബിയെ ഒന്ന് കാണണം. പറ്റുന്നുണ്ടെങ്കിൽ അറബിനെ കെട്ടുകയാണെങ്കിൽ എനിക്ക് നല്ലോണം അങ്ങോട്ട് അവിടെ ജീവിക്കാലോ. കുട്ടികളും മക്കളൊക്കെ ഇനി അറബികളുടെ വേണേ ഉണ്ടാവും, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പിന്നെ അവിടെ എനിക്ക് സുഖമായി നിൽക്കുക. അറബിൻ്റെ ഭാര്യ എന്നൊരു പേരും ആവുമല്ലോ. അതിൻ്റെ മുമ്പ് ഈ മൂപ്പരെ അങ്ങോട്ട് ഒഴിവാക്കണം. ഇനിയിപ്പോൾ ഒഴിവാക്കിയില്ലെങ്കിൽ ആരറിയാനാ? ശരിക്കും അതാ സുലേഖ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ കുട്ടികളും മക്കളുള്ള ഓരോരുത്തരൊക്കെ ആവുമ്പോൾ അതിങ്ങനെ വല്ല പേടിച്ചിങ്ങനെ നിൽക്കണം, ഒക്കെ പ്രയാസമാണ്. ഗൾഫ് കണ്ട് കയറി കിട്ടിയാലേ അറബിൻ്റെ ഗദ്ദാമായാണ് പോവാ. ഇപ്പോൾ ഏതായാലും അവൾ കഴിച്ചിലേക്കണ്. എന്നോട് പറഞ്ഞ് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് റസിയ. അങ്ങനെ അതാ അവർക്കും വല്ലാത്ത ആഗ്രഹം പോകാൻ. ഇളമ, നിങ്ങളെന്തീ പറയണത്? അതൊന്നും നടക്കൂല. അല്ല ഷാമിലേ, ഇജി വിചാരിച്ചാൽ ഒന്നും നടക്കും. ഓനെ കൊണ്ടേ പോലെ ഇനി ഒന്ന് കൊണ്ടോടെ മോനെ. ഇളമ, തൽക്കാലം ഒന്നും വേണ്ട. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ എളാമാക്ക് റസിയുടെ കാര്യം കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ള ചിന്ത മാത്രമായി. ഇനിയിപ്പോൾ റസിയാൻ്റെ നമ്പർ കിട്ടിയ ഒന്ന് വിളിച്ച് പറഞ്ഞാലും മതി. ഏതായാലും റസിയാൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ അത് ഷാമിലിൻ്റെ ഫോൺ കട്ട് ചെയ്ത് നേരെ റസിയക്ക് വിളിക്കുന്നു. ഹലോ, റസിയ മോളെ, എന്തൊക്കെയാ മോളെ വിശേഷം? എളാമ, കുറേ കാലമായാലും സൗണ്ടേ കേട്ടിട്ട്. മോളെ, നിങ്ങളാരും ഞമ്മക്ക് വിളിക്കൂരല്ലേ, നമ്മളാർക്കും വേണ്ടല്ലോ. എന്താ ചെയ്യുക, ഞാനും എൻ്റെ കുട്ടികളും വലിയൊരു വീടിൻ്റെ ഉള്ളിൽ ഒറ്റക്കാണ്. എന്തായാലും ഇങ്ങനെ കഴിഞ്ഞ് പോണ്. മോളെ, ഷാമിനിപ്പോൾ പഴയ പോലെ പൈസയും കാര്യങ്ങളൊന്നും അയക്കലില്ല. എളാമ, അതെന്താ? അല്ല മോളെ, ഞങ്ങളിവിടെ ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. മറ്റേ ഷാമിൽ അവൻ്റെ ബാപ്പ ഇവിടെയുള്ള നല്ലോ അയച്ചേനു. ഇപ്പോൾ പഴയമാതിരി പൈസ അയക്കായിട്ട് ബുദ്ധിമുട്ടാണ് മോളെ ഇവിടെ നിൽക്കൽ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി തരപ്പെട്ടാലെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ ജോലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറഞ്ഞൊരു ശമ്പളം, ഇനിയിപ്പോൾ ഒരു 8 റുപ്യെങ്കിലും അത് കിട്ടുമോ? അതുമില്ല. പെണ്ണുങ്ങളാകുമ്പോൾ തീരെയും കിട്ടൂല. അപ്പോൾ ചിലവർ പറഞ്ഞേക്കാം അറബ് നാട്ടിൽ കണ്ട് പോയാൽ നല്ലോണം വാരി കോരി കിട്ടുന്നേ. അങ്ങനെ ഒന്ന് വാരി കോരി കിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഒന്ന് കിട്ടാൻ. അല്ലടി, നിങ്ങൾ അറബി വീട്ടിലേക്ക് വല്ല ഒഴിവുണ്ടോ? ഒരിക്കൽ പോലും റസിയ അറബി കല്യാണം ചോദിച്ചോന്നും അവർ ചോദിച്ചില്ല. അല്ലടി, നിങ്ങൾ അറബി എങ്ങനെ? അറബിയൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലേ ഞാൻ അങ്ങോട്ട് ഒന്ന് വരട്ടെ. ഞാൻ അങ്ങോട്ട് വരട്ടെടി. ശരിക്കും അവൾ ഞെട്ടിപ്പോയി റസിയ. അത് എളാമ, ഇവിടെ ഇനി എനിക്കറിയില്ല. ഞാൻ തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കണം. പൊന്നാര പെണ്ണ, എനിക്ക് എന്തിൻ്റെ കേടാ? എന്നാൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഞാനണ്ട് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി.
മോളെ റസിയ, എടി എളാമ്മക്കുള്ളൊരു ചാൻസ് കൂടി കൊണ്ടിടി ഈ അവിടെ കേട്ടോ. നല്ല മോളല്ലേ. ശരിക്കും റസിയ വിചാരിച്ചു, റബ്ബേ എൻ്റെ ഉപ്പാൻ്റെ ഭാര്യയാണല്ലോ. പക്ഷേ എൻ്റെ അനിയത്തിമാർ ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എളാമ്മ മക്കളെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ മോളെ ഇപ്പടി എനിക്ക് തീരെ പൈസ കിട്ടുന്നില്ലടി, പട്ടിണിയാണ് മോളെ. മക്കളെ കാര്യത്തിലൊക്കെ വിഷമാണ്. മക്കളെ ഉമ്മാൻ്റെ അടുത്ത് കണ്ട് ആക്കി കൊടുത്താൽ എനിക്ക് കണ്ട് വരേനെ മോളെ. ശരിക്കും സുലേഖയുടെ വാക്കുകൾ കേട്ട് റസിയ ഞെട്ടിപ്പോവുകയാണ്. അത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല പ്രവാസിയാകുക, അറബി വീട്ടിൽ ജോലി ചെയ്യാൻ. എളാമ്മക്ക് അറിയില്ല ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും. അതെ, ഇത് അനുഭവിക്കണ ഞാനാണല്ലോ. പകലന്തിയോളം പണിയാണ്. അതിനിടയ്ക്ക് നിസ്കരിക്കാൻ സമയം അവർ തരും. അപ്പം ആ സമയത്ത് അവിടെ ഇരിക്കും, അതന്നെ, അല്ലാതെ വേറൊന്നുമില്ല. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം കുറച്ച് റെസ്റ്റ്, അത് കഴിഞ്ഞാൽ വിളിക്കും, റസിയ എന്ന് പറഞ്ഞ് വിളിക്കും. ഗദ്ദാമയാണ് കൂടുതൽ പണിയെടുപ്പിക്കുക. പഠിച്ചോനെ, ഏതായാലും എളാമ്മ പറയണേ കേട്ടില്ലേ. എന്താ ഈ എളാമാൻ്റെ കഥ എനിക്കറിയില്ല. എന്നാൽ എളാമ ചിലത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. റസിയയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഷാമിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അറബിയമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറബിയമ്മ അവരെ ഒന്ന് കൊണ്ടുപോകും എന്നുള്ള കാര്യം അറിയാം. കാരണം ആ അറബിയെന്ന് അറബിയമ്മക്ക് പേടിയില്ല. അവർ താനേ അവരുടെ പാസ്പോർട്ട് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഈ സമയം മുത്തു അതെ അവിടെ ആ മരുഭൂമിയിൽ പണിയെടുത്ത് കുഴങ്ങിയിട്ടുണ്ട്. എങ്കിലും അവൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാവും, എനിക്ക് ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ജോലി ചെയ്യുന്നത്. ഉമ്മാൻ്റെ ഖബറിങ്ങിൽ പോയി ദോർക്കാൻ വേണ്ടിയിട്ട് പള്ളിക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കണം, അതാണ് എനിക്കുള്ളത്, വേറെ ആർക്കും കൊടുക്കാമല്ലോ. പിന്നെ ഇൻഷാ അല്ലാ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ റസിയാനെ എനിക്ക് സ്വന്തമാക്കണമല്ല. അതെ, ഓള് മറ്റൊരു വിവാഹം പിന്നെ കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ തീരെ വിവാഹം കഴിച്ചിട്ടില്ല. റബ്ബേ, അതെ ഓൾക്ക് മഹർ വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്. എത്ര വെയിൽ കൊണ്ട പണിയാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. അതെ, എൻ്റെ റസിയക്കൊരു മഹർ, ആ മഹർ കൊടുത്തിട്ട് ഓള് സ്വന്തമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഒരു ഇടതടവില്ലാതെ പണിയെടുക്കുകയാണ് നമ്മുടെ മുത്തു. അതെ, അവനെയാണെങ്കിൽ അറബി ഇടയ്ക്കിടെ വന്ന് നല്ല രീതിയിൽ വളരെയധികം ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. എക്സ്ട്രാ ടൈം ജോലി കൊടുക്കും. എന്നാൽ അവൻ പ്രതീക്ഷയോടെ അതൊക്കെ ചെയ്യും. എന്നാൽ വെറും കുറഞ്ഞ ക്യാഷ് മാത്രമേ പ്രതിഫലമായി നൽകുകയുള്ളൂ. അതെ, കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പോകും. അതുകൊണ്ട് കുറച്ച് ശമ്പളം കൊടുക്കാമുള്ളൂ. കുറച്ച് ശമ്പളം കൊടുത്ത് നിർത്തുക. അങ്ങനെ പോലെ പ്രയാസം ബുദ്ധിമുട്ടും കടങ്ങളും വീടുമില്ല. കുറേ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ വേഗം കഴിച്ചിലാവും. പിന്നെ ഇവിടേക്കൊക്കെ ജോലിക്ക് ആളെ കിട്ടാൻ, പ്രത്യേകിച്ച് വെയിലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ശമ്പളം കൊടുത്ത് ആളെ നിർത്തുക, അതേ പരിപാടി പറ്റുള്ളൂ. എന്നാൽ ആ ഈത്തപ്പഴത്തോട്ടത്തിൽ പല നീഗ്രോകളും ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവരും അതിലുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഇടയിലേക്കാണ് മുത്തുവിനെ കൊണ്ടുവന്നിട്ടുള്ളത്. മുത്തു ശരിക്കും അത് വെയിൽ കൊണ്ട് ഒരുപാടങ്ങ് കരിവാളിച്ച് പോയ പോലെ. എങ്കിലും വിചാരിക്കും, റസിയ, എൻ്റെ റസിയ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിൽ കാത്തിരുന്നിട്ടുള്ളൂ. അത് അതിനിപ്പോൾ എത്രയൊക്കെ തന്നെ കഠിനമായ ജോലിയാണെങ്കിലും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കും. നിനക്ക് അറബി വീട്ടിൽ സുഖമാണെന്ന് കരുതുന്നു റസിയ. അവൻ മനസ്സിൽ ഓരോന്ന് ആലോചിക്കും. എന്നാൽ ഈ സമയം അതാ ഷാമിൽ അങ്ങോട്ട് കടന്നു വരുന്നു ഒരു ദിവസം. എന്നാൽ പാവം ഈത്തപ്പഴ മരത്തിൻ്റെ മുകളിൽ കയറി അതാ ഈത്തപ്പഴക്കുല പറിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരീരത്തിലാകെ മുള്ളൊക്കെ കൊണ്ട പോലെ ഒരുപാട് മുറിവുകളും കാര്യങ്ങളും. എന്നാൽ മുത്തു അവൻ ചെല്ലുന്ന സമയത്ത് ആ മരുഭൂമിയിലെ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ മുകളിലായിരുന്നു. അവൻ ഈത്തപ്പഴം കയറ് കെട്ടി ഇറക്കുക, അങ്ങനെ എന്തൊക്കെ ജോലിയായിരുന്നു. ശരിക്കും മുത്തുവിനെ അന്വേഷിച്ച ഷാമിൽ ഒരു നിമിഷം ആ കണ്ട കാഴ്ച ഓൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. എൻ്റെ റബ്ബേ, ആ പൊരി വെയിലത്താണല്ലോ ചങ്ങായി കയറി നിൽക്കണത്. റബ്ബേ, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ പഠിച്ചവനെ ഞാനായിട്ട് കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്ന പോലെയല്ലോ. ഷാമിലിന് സങ്കടമായി. എന്നാൽ മുത്തു മുകളിലാണ്, കുറച്ച് സമയമെടുക്കും അതെല്ലാം ഒന്ന് വെട്ടി താഴ്ത്തുമ്പോഴേക്കും. കൂടെയുള്ള ആളുകളോട് അവനെക്കുറിച്ച്, മുസ്തഫ, അതവൻ മുകളിൽ, അവനെ അത്ര ധൈര്യമുള്ളൂ, അത്ര മുകളിൽ കയറി അവനെ പറിക്കുള്ളൂ, ഞങ്ങൾ താഴെ നിൽക്കും, താഴെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും. പക്ഷെ അവനതൊരു ഈസിയാണ്, അവനത് ചെയ്യും. പിന്നെ അവൻ നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യും, ഒരു മടിയും ഇല്ല കേട്ടോ. അവിടെയുള്ള ആൾ പറഞ്ഞു, വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് കഷ്ടപ്പാട്. അവൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും, ഒരു കുറവും അവന് വരുത്തൂല. അവൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവനുണ്ടാകുമ്പോൾ സുഖമാണ്, പലരും അത് പറഞ്ഞു. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ അവൻ
ഇറങ്ങി വരുന്നു. ശരീരത്തിൽ ആകമാനം മുറിവുകളുണ്ട്, രക്തം പൊടിയുന്നുണ്ട്. എന്നാൽ മുത്തുവിൻ്റെ ആ രൂപം കണ്ട ഷാമിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. മുത്തു, അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഷാമിലോ? മുത്തു, നിന്നെ മനസ്സിലാവുന്നില്ലടാ. ഏയ്, ഇവിടെ അങ്ങ് ശീലായിപ്പോയി. ആ, താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടണം. അതെ, ഇവിടേക്കൊന്ന് ഒരുപാട് ദൂരെയാണ് ബാർബർ ഷോപ്പൊക്കെ. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടണം എന്ന് വിചാരിക്കും. പക്ഷേ ഷോപ്പ് കുറേ ദൂരമായതുകൊണ്ട് അങ്ങ് താടിയും മുടിയൊക്കെ അങ്ങ് ഒതുക്കി വെക്കും. പിന്നെ ഈ വെയിലും ചൂടും ചുടുകാറ്റും അല്ലേ, മണൽക്കാറ്റ്. ആ, അതുകൊണ്ട് ആണ് എൻ്റെ രൂപം ഇങ്ങനായി മാറിയത്. ശരിക്കും മുത്തുവിൻ്റെ രൂപം കണ്ട് ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മുത്തു, ഞാൻ ഒരിക്കലും നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നല്ല ഇങ്ങോട്ട്. പക്ഷേ അറബിൻ്റെ പണിയാണ്. ഞാൻ നിന്നെ അജുവയിലേക്ക് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ മാഡം എന്നോട് അതായിരുന്നു പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പോഴേക്കും അങ്ങനൊക്കെ ആയി തീർന്നില്ലേ. എന്താ റബ്ബേ ചെയ്യുക, വല്ലാത്തൊരു. ഏയ് ഷാമിൽ, നീ വിഷമിക്കല്ലേ, എനിക്കിപ്പോൾ അത് ശീലായി. ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഷാമിൽ. അതെ, അവൻ്റെ കൈകൾ പരുക്കനായിരുന്നു. അതെ, ആ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളിൽ പിടിച്ച് ആ ഒരു മുള്ളുകളിലെല്ലാം കൈ തട്ടിയിട്ടൊക്കെ അവന് വല്ലാത്തൊരു പ്രയാസം. അവൻ്റെ കൈകൾ വളരെയധികം ഹാർഡായിരുന്നു. ഷാമിൽ, എൻ്റെ കൈ പിടിക്കേണ്ട മോനെ, നോക്ക്, എൻ്റെ കൈയൊക്കെ വളരെയധികം തഴമ്പ് പിടിച്ച് നിൽക്കുകയാണ്. ഷാമിൽ, ഞാൻ കഷ്ടപ്പെടുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സാലറിയൊക്കെ എങ്ങനെ? സാലറി 1000, 1200 എന്നുള്ള രീതിയിലാണ് തരിക. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഇത്രയും റിസ്ക്കുള്ള പണിയെടുത്തിട്ട് അത് തന്നെ വലിയ ഭാഗ്യം. എനിക്ക് അതുകൊണ്ടൊന്നല്ല, ഇനിയിപ്പോൾ 800 ആയാലും ഞാനിവിടെ നിൽക്കും. പക്ഷേ ഷാമിൽ, എൻ്റെ മനസ്സിലൊരു നെയ്യത്തുണ്ട്. ആ നെയ്യത്ത് അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. ഒന്നെൻ്റെ മാതാവിൻ്റെ ഖബറിടം, അവിടേക്ക് അത് ഹദിയ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടി പള്ളിയിലേക്ക് അയച്ചു കൊടുക്കും. രണ്ടാമത്തെ കാര്യം, അത് എനിക്ക് റസിയെ സ്വന്തമാക്കണം, ഓൾക്ക് മഹർ വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങുന്നത്, ഞാൻ സാലറി എടുത്തു വെക്കുന്നത്. അതെ, എനിക്ക് വേണ്ടി ഓളുണ്ടായിരുന്നു. ഞാൻ ഓൾക്ക് വേണ്ടി കാത്തിരുന്നാണ്. ഈ മരുഭൂമിയിൽ വെച്ചാണെങ്കിലും ഓളെ കഴുത്തിലൊരു മഹർ ചാർത്തണം എനിക്ക്. അതെ, എന്നിട്ട് എനിക്ക് മരിക്കണം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഷാമിൽ, എൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി അവൾക്ക് എനിക്ക് നൽകണം. അതെൻ്റെ മനസ്സിലെ നെയ്യത്താണ്. എൻ്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു, ഉമ്മ പറഞ്ഞതായിരുന്നു. അതെ, ഈ മരുഭൂമിയിൽ ഒരു പക്ഷേ എന്നെ അവൾക്ക് പറ്റില്ലായിരിക്കും. എൻ്റെ രൂപം അങ്ങനെയാണ് ഇപ്പോൾ അല്ലേ, വെയിൽ കൊണ്ട് ആകെ കറുത്ത് കരിവാളിച്ച്, കണ്ടില്ല, താടിയും മുടിയൊക്കെ ആകെ വളർന്ന്, എന്നെ കണ്ട അവൾക്ക് ഇഷ്ടപ്പെടൂല. പക്ഷേ ഓളുടെ കഴുത്തിൽ എനിക്ക് മഹർ അണിയിച്ചിട്ട് മരിച്ചാൽ മതി ഷാമിൽ. അത് ഈ മരുഭൂമി കിടന്നിട്ടാലും കുഴപ്പമില്ല. എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് പരലോകത്തെങ്കിലും അവളെ കിട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഷാമിൽ. ശരിക്കും ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അതാ മുത്തുവിനെ കെട്ടിപ്പിടിച്ച്, വേണ്ടടാ, അഴുക്കുണ്ടാവും, വേർപ്പാണ്, ആ മരത്തിലൊക്കെ കയറി ഇറങ്ങിയതാണ്, എന്നെ തൊടണ്ട. ഏയ്, അങ്ങനെയൊന്നുമില്ല മുത്തു, വിഷമിക്കണ്ട, ഒക്കെ റെഡിയാവും കേട്ടോ, ഇൻഷാ അല്ലാ. എന്നാൽ അറബി റസിയയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമൊന്നും ഷാമിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഷാമിലിൻ്റെ സ്ഥിതി? കാരണം അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അത് ചോര നീരാക്കി മരുഭൂമിയിൽ പണിയെടുക്കുന്ന മുത്തു തൻ്റെ പ്രിയപ്പെട്ട റസിയുടെ കഴുത്തിൽ മഹർ ചാർത്തുവാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. അവൻ്റെ ചിന്തകൾ പോലെ തന്നെ, അല്ലാ, എനിക്ക് ഈ ദുനിയാവിലൊരു പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ റസിയ മാത്രമാണ്. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് അവളുടെ കഴുത്തിൽ എൻ്റെ ഒരു മഹർ, എന്നിട്ട് ഞങ്ങൾ ഇൻഷാ അല്ലാ പരലോകത്തു നിന്നുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കാമല്ലോ, അങ്ങ് സ്വർഗത്തിലെങ്കിലും. അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. എന്നാൽ ഈ സമയം അതാ ഷാമിലിൻ്റെ എളാമ സുലൈഖ പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി അതാ ഒരുങ്ങുകയാണ്. അവർക്ക് പെട്ടെന്ന് ഗൾഫിലേക്ക് എത്തണം. അതിനു മുമ്പായിട്ട് പള്ളി കമ്മിറ്റിയിലെ ഒരു കത്തും കൊടുക്കണം. അതെ, അത് മറ്റൊന്നിനും അല്ലായിരുന്നു. എൻ്റെ ഭർത്താവായ അയാളെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ലാത്ത സ്ഥിതിക്ക് അയാളെ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞ് പള്ളി കമ്മിറ്റിയിൽ ഒരു കത്തും കൊടുത്ത് അതങ്ങ് വേർപ്പെടുത്തണം. എന്നിട്ട് ഗൾഫിലേക്ക് പോകണം. അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതാ ഷാമിലിൻ്റെ എളാമ നേരെ പള്ളി കമ്മിറ്റിയുടെ അടുത്തേക്ക് പോവുകയാണ്, ഒരു കത്തും എഴുതിക്കൊണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും സുലൈഖയുടെ ചിന്താഗതികൾ? വിജയിക്കുമോ? ഷാമിലിൻ്റെ ഉപ്പയെ ഒഴിവാക്കിയിട്ട്
അറബിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് അവർക്ക്. അങ്ങനെയായാൽ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ അതാ ഷാമിലിൻ്റെ ഉപ്പയെ എന്നേക്കുമായി ഒഴിവാക്കുകയാണ്. അതിനുവേണ്ടി ലെറ്റർ എഴുതി കൊടുക്കുകയാണ് അവർ. പള്ളിക്കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെ ഇത് ഏൽപ്പിക്കുന്നു. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. അപേക്ഷ എന്താണ്? നിങ്ങൾ തീരുമാനിക്കുക അതിനനുസരിച്ച്. അല്ലാതെ എനിക്കൊരു ഉപകാരം ഒന്നും ഇല്ലാത്ത ഒരാളെ എന്തിനാണ് എനിക്ക് ഭർത്താവ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ട് ഒരാവശ്യമില്ലല്ലോ. എനിക്ക് അതിനെക്കൊണ്ട് ഒന്നുകൊണ്ടുമില്ല, ശരീരം കൊണ്ടുമില്ല, ക്യാഷ് കൊണ്ടുമില്ല, ഒന്നുകൊണ്ടുമില്ല. അതെ, അദ്ദേഹം വേറെ എവിടേക്കേ പോയി ജീവിക്കുകയാണ് സുഖകരമായി. ഓരോ ഹോം കെയറിലും അവിടെയും ഇവിടെയൊക്കെ മൂപ്പരെ നോക്കാൻ കുറേ പെണ്ണുങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് ഞമ്മക്കൊരു ഉപകാരമില്ല, ഒന്നുകൊണ്ടും എൻ്റെ മക്കൾക്കുമില്ല. ഞങ്ങൾ പട്ടിണിയിലാണ്. അതുകൊണ്ട് എനിക്ക് വേഗം മൂപ്പരെ ഒഴിവാക്കി തരണം. ശരിക്കും പള്ളിക്കമ്മിറ്റിക്കാരൊന്നും ഞെട്ടി. ഇത്രയും വലിയ വീടും കാറും സ്ഥലം ഇതൊക്കെ ഉണ്ടായിട്ടും അവരെ മകനല്ലേ ഇവരെ നോക്കുന്നത്. എന്നിട്ട് പോലും എന്താന്നാവും, നമുക്കൊന്നും അറിയണ്ട. അവർക്ക് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് ഒഴിവാക്കി കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഷാമിലിൻ്റെ ഉപ്പയെ ഒഴിവാക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഷാമിൽ ഇതറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? എന്തൊക്കെ തന്നെയായാലും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവിടെ പള്ളി കമ്മിറ്റിയിൽ കത്ത് ഏൽപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.